തമിഴ് സിനിമാ ലോകത്തെയും സൂര്യ ആരാധകരെയും ഒരുപോലെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുകയാണ് സൂര്യ RJ ബാലാജി കൂട്ടുകെട്ടിലെ പുതിയ ചിത്രം കറുപ്പ്. തമിഴ് സിനിമയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ ചിത്രം ആഗോളതലത്തിൽ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. തമിഴ്നാടിന് പുറമെ കേരളത്തിലും 10 വർഷങ്ങൾക്ക് ശേഷം ഒരു സൂര്യ ചിത്രം വൻ ലാഭത്തോടെ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ വിജയത്തിനുണ്ട്. റിലീസ് ചെയ്ത ദിവസം മുതൽ തിയേറ്ററുകളിൽ വൻ ജനപ്രീതി ആർജിച്ച കറുപ്പ് ബോക്സ് ഓഫീസിൽ സമാനതകളില്ലാത്ത കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്ഷൻ ഘടകങ്ങൾക്കും മാസ് എന്റർടൈൻമെന്റിനും പ്രാധാന്യം നൽകി ഒരുക്കിയ ചിത്രം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ. തമിഴ് സിനിമാ ലോകത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകളാണ് ചിത്രം എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം കറുപ്പ് ലോകവ്യാപകമായി 207 കോടിയിലധികം രൂപയാണ് ഇതുവരെ സ്വന്തമാക്കിയത്. ഈ വൻ മുന്നേറ്റത്തോടെ തമിഴ് സിനിമാ ലോകത്തെ ഈ വർഷത്തെ മികവുറ്റ കളക്ഷൻ നേടുന്ന ചിത്രമായി ഇത് മാറി. ഒപ്പം നടൻ സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്ന കരിയർ ബെസ്റ്റ് ചിത്രമായി കറുപ്പ് മാറിക്കഴിഞ്ഞു. തമിഴ്നാട് കഴിഞ്ഞാൽ ചിത്രത്തിന് ഏറ്റവും വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ വിതരണക്കാർക്കും തിയേറ്റർ ഉടമകൾക്കും വലിയ ലാഭമാണ് ചിത്രം സമ്മാനിക്കുന്നത്. ഇന്നലെ വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രം 10 കോടിയിലധികം രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷനായി നേടിയത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സൂര്യ ചിത്രം കേരളത്തിൽ ഇത്രയും വലിയ പ്രോഫിറ്റോടുകൂടി ഗംഭീര കളക്ഷൻ നേടുന്നത്. മുൻകാലങ്ങളിൽ കേരളക്കരയിൽ സൂര്യ ചിത്രങ്ങൾക്ക് ലഭിച്ചിരുന്ന അതേ മാസ് വരവേൽപ്പാണ് കറുപ്പെന്ന സിനിമയ്ക്കും ഇപ്പോൾ തിയേറ്ററുകളിൽ ലഭിക്കുന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒട്ടും കുറയാത്ത ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ഈ ബോക്സ് ഓഫീസ് കുതിപ്പ് തുടരുമെന്നാണ് സിനിമാ ലോകത്തു നിന്നുള്ള വിലയിരുത്തലുകൾ. വെറുമൊരു വാണിജ്യ സിനിമ എന്നതിനപ്പുറം പ്രേക്ഷകരെ വൈകാരികമായി സ്പർശിക്കുന്ന ഒരു ആത്മാവ് ഈ സിനിമയ്ക്കുണ്ടെന്നാണ് കുടുംബ പ്രേക്ഷകരും വിലയിരുത്തുന്നത്. ചിത്രത്തെ പ്രശംസിച്ച് നടി ജ്യോതിക രംഗത്തെത്തിയത് ശ്രദ്ധേയമായിരുന്നു. കറുപ്പ് വെറുമൊരു കൊമേഴ്ഷ്യൽ സിനിമയല്ലെന്നും സിനിമയുടെ അവസാന 10 മിനിറ്റിൽ സൂര്യ നടത്തിയത് അതിഗംഭീര പ്രകടനമാണെന്നും ജ്യോതിക അഭിപ്രായപ്പെട്ടു. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ കൂടിയാണ് ഈ സിനിമ. അതായത് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു എന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. മുൻപ് ചെയ്ത വേഷങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഗെറ്റപ്പിലും മേക്ക് ഓവറിലുമാണ് ഇരുവരും ചിത്രത്തിലെത്തുന്നത്. യുവ സംഗീത സംവിധായകൻ സായി അഭ്യങ്കറുടെ സംഗീതവും ഇന്ത്യൻ സ്വാസിക ശിവദ തുടങ്ങിയ വൻ താരനിരയുടെ പ്രകടനവും ചിത്രത്തിൽ കൂടുതൽ കരുത്തു പകരുന്നു. RJ ബാലാജിയുടെ മികച്ച തിരക്കഥയും സംവിധാന മികവും സൂര്യ എന്ന നടന്റെ അസാധ്യ പ്രകടനവും ഒത്തുചേർന്നപ്പോൾ തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് ഒരു വലിയ ദൃശ്യവിരുന്ന് തന്നെയാണ് കറുപ്പ് സമ്മാനിച്ചിരിക്കുന്നത്. വെറുമൊരു കൊമേഴ്ഷ്യൽ മാസ് പടം എന്നതിനപ്പുറം എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ ഈ ചിത്രത്തിന് സാധിച്ചു എന്നതാണ് ചിത്രത്തിന്റെ വൻ വിജയത്തിന്റെ പ്രധാന രഹസ്യം. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു സൂര്യ ചിത്രം ഇത്രയും വലിയ പ്രോഫിറ്റബിൾ വിജയമായി മാറുന്നത്. ഈ വൻ വിജയം സൂര്യ എന്ന സൂപ്പർ താരത്തിന്റെ ബോക്സ് ഓഫീസ് മൂല്യം ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിക്കുന്നതാണ്. തുടക്കത്തിൽ ആക്ഷൻ ഘടകങ്ങളാൽ സമ്പന്നമായ ഒരു സമ്പൂർണ്ണ എന്റർടൈനറായി മുന്നേറുന്ന ചിത്രം അവസാന 10 മിനിറ്റിൽ സൂര്യയുടെ അതിഗംഭീര പ്രകടനത്തോടെ പ്രേക്ഷകരുടെ മനസ്സ് നിറച്ചാണ് അവസാനിക്കുന്നത്. റിലീസ് ചെയ്ത ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒട്ടും കുറയാത്ത ജനത്തിരക്കാണ് ഇപ്പോഴും തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്നത്. ആഗോളതലത്തിൽ 207 കോടിയിലധികം രൂപയുടെ കളക്ഷനുമായി കുതിക്കുന്ന ചിത്രം സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കരിയർ ബെസ്റ്റ് ഹിറ്റായി മാറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിലും പുതിയ കളക്ഷൻ റെക്കോർഡുകൾ ഈ ചിത്രം സ്വന്തമാക്കുമെന്നാണ് സിനിമാ ലോകത്തു നിന്നുള്ള പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ഒരു മികച്ച സിനിമാനുഭവം ലഭിച്ചാൽ പ്രേക്ഷകർ അത് ഇരുകയും നീട്ടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കറുപ്പ്. മാസ് ഘടകങ്ങളും വൈകാരികതയും കൃത്യമായ അളവിൽ ചേർത്തൊരുക്കിയ ചിത്രം വരും വാരങ്ങളിലും തിയേറ്ററുകളിൽ തങ്ങളുടെ ജയഭേരി തുടരുമെന്ന് ഉറപ്പാണ്.